ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് തിരുവോസ്തി കയ്യിലും നാവിലും സ്വീകരിച്ച സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ചിന് അത് മാംസമായി മാറി എന്നുള്ള വാർത്ത. അപ്പോൾ തിരുവോസ്തി സ്വീകരിച്ചപ്പോൾ സ്വീകർത്താവിന് അത് മാംസമായി മാറി എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായി എങ്ങും കൊട്ടിഘോഷിക്കപ്പെടുന്നു. ഇന്നും ഒരു 2 മണിക്കൂർ മുമ്പ് എനിക്കൊരു വീഡിയോ ലഭ്യമായി. പലരും ഇതിനോടകം ഈ ഒരു അത്ഭുതം എന്തായിരിക്കാം എന്ന് ചോദിച്ച് എന്നോട് ചോദിച്ചിരുന്നു. ഞാനതിന് മറുപടി പറയാൻ തയ്യാറായില്ല. പള്ളിയിൽ വെച്ചതെടുത്തപ്പോൾ അത് സംഭവിച്ചു. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ച് കുർബാന സ്വീകരിച്ചപ്പോഴും മേൽപ്പടി സംഭവം ആവർത്തിക്കപ്പെട്ടു എന്നും അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് അത് ദർശനമായി ലഭിച്ചു എന്നും കുട്ടി ആകെ ഭയന്നിരുന്നു എന്നും കുട്ടി തന്നെ പറയുന്നതിന്റെ സാക്ഷ്യം ലഭ്യമായി. സ്വാഭാവികമായും ആൾക്കാർ അവരുടെ വീട്ടിൽ ചെന്ന് അപ്പനും അമ്മയും ഒക്കെ കണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശേഷം അവർ തിരക്കി. അപ്പോൾ അവർ ചെയ്യുന്ന ഇന്റർവ്യൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പനോട് ചോദിച്ചു എന്താണ് പണി. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ജോലിയാണ്. അമ്മയ്ക്കും അതുപോലെ സെക്യൂരിറ്റി പണി. അങ്ങനെ എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ പരിചയപ്പെട്ടു. ഈ കുട്ടിയോട് ഇന്റർവ്യൂവർ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ കൊച്ചിനോട് ചോദിക്കുകയാണ്, പ്രധാനമായിട്ടുള്ള പ്രാർത്ഥന എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ജീവിതത്തിൽ പ്രത്യേകതയുണ്ടോ? ആ കുഞ്ഞു പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ സാധാരണ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാറുള്ളൂ. അമിത ഭക്തിയൊന്നും എനിക്കില്ല. ഞാൻ സാധാരണയായി ജീവിക്കുന്ന ഒരു നോർമൽ കുട്ടിയാണ്. അപ്പോൾ അതിന്റെ അത്ഭുതം ഇനി എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുവാൻ വേണ്ടി കത്തോലിക്ക സഭ ഇരിക്കുകയാണ് എന്നും ആ പഠനം നടത്തിയതിന് ശേഷം അതിലൊരു തീർപ്പ് കൽപ്പിക്കുവാനുമാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒരു അത്ഭുതമായി കത്തോലിക്ക സഭ അടക്കം കാണുകയാണ്. എന്നെ ഇത് ചിന്തിപ്പിച്ചത്, എന്തിനാണ് കത്തോലിക്ക സഭ ഈ വിഷയത്തെ ഒരു അത്ഭുതമായി കാണുന്നത്? കാരണം ഈ വസ്തുമാറ്റം, ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ അല്ലെങ്കിൽ പദാർത്ഥാന്തരീകരണം, വസ്തുമാറ്റം നേരത്തെ അവർ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പോയേച്ച് 1200 കൊല്ലം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തു തിരുവത്താഴം അല്ലെങ്കിൽ കർത്തൃമേശ ആരംഭിച്ച് 1200 കൊല്ലത്തിന് ശേഷമാണ് കത്തോലിക്ക സഭ ഇങ്ങനൊരു ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ ഉണ്ട് എന്ന് ആൾക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. കാരണം എന്തെങ്കിലുമൊക്കെ പുതുമ പഠിപ്പിക്കണമല്ലോ. അതിനുവേണ്ടി പഠിപ്പിച്ച് തുടങ്ങുന്നത് 1200കളിലാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, 1200കളിൽ പഠിപ്പിച്ച് തുടങ്ങിയ കാര്യം 800 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇനിയെങ്കിലും ആ പഠിപ്പിച്ച കാര്യം യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ പ്രാപിച്ചുകൂടെ? എന്തിനാണ് ഇതിനൊരു അത്ഭുതമായി കാണേണ്ടുന്ന കാര്യം? പുറത്തുള്ള ഞങ്ങളൊക്കെ ഇതിനൊരു അത്ഭുതമായി കാണുന്നു എങ്കിൽ അതിൽ അതിശയപ്പെടേണ്ടതില്ല. കാരണം അങ്ങനെ ഒരു വസ്തുമാറ്റം ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഒരു വസ്തുമാറ്റം കാണുന്നു എങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ അതിശയിക്കുന്നതിൽ അർത്ഥമില്ല. 8 നൂറ്റാണ്ടുകളിലധികം വിശ്വസിച്ചു വന്ന കാര്യം നാവിലോ കയ്യിലോ അതുപോലെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ടുന്ന കാര്യം എന്താണ്? ഇത് തന്നെയല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? നിങ്ങളുടെ മെത്രാന്മാർ പഠിപ്പിച്ചത് ഈ സാധനമല്ലേ? അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ പദാർത്ഥാന്തരീകരണത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ, വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കപ്പെടുന്ന ഗോതമ്പപ്പത്തിന്റെയും മുന്തിരിവീഞ്ഞിന്റെയും പദാർത്ഥങ്ങൾക്ക് കൂദാശ വചനങ്ങളുടെ ഉച്ചാരണത്തിൽ യേശുവിന്റെ യഥാർത്ഥമായ ശരീര രക്തങ്ങളുടെ പദാർത്ഥങ്ങളുടെ അവസ്ഥയിലേക്ക് സംഭവിക്കുന്നതായി കത്തോലിക്ക ദൈവശാസ്ത്രം കരുതുന്ന മാറ്റമാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ അല്ലെങ്കിൽ പദാർത്ഥാന്തരീകരണം. ഈ മാറ്റത്തിന് ശേഷവും മുന്നേ പോലെ മനുഷ്യേന്ദ്രിയങ്ങൾക്ക് അപ്പവും മീഞ്ഞും അവയുടെ പൂർവ്വ സാദൃശ്യങ്ങൾ നിലനിർത്തുന്നുവെന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ സാധനം ഇവര് വസ്തുമാറ്റം സംഭവിക്കുമെന്നും പക്ഷെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റത്തില്ലെന്നും ഇവർ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ആൾക്കാർ ചോദ്യം ചെയ്യും എന്നതുകൊണ്ട് ആ ചോദ്യം മറയ്ക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു മാസ്ക് ആണത്.
മധ്യയുഗത്തിൽ വികസിച്ച് ക്രമേണ വ്യാപകമായ അംഗീകാരം നേടിയ ഈ വിശ്വാസത്തെ 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് നവീകർത്താക്കൾ പല നിലപാടുകളിൽ നിന്ന് നിശിതമായി ചോദ്യം ചെയ്തിരുന്നു. എങ്കിലും കത്തോലിക്ക പ്രതിനവീകരണത്തിന്റെ ഭാഗമായി സമ്മേളിച്ച ത്രെന്തോസ് സുന്നഹദോസ് പദാർത്ഥാന്തരീകരണത്തെ അതിന്റെ തീവ്ര രൂപത്തിൽ നിർവചിച്ചുറപ്പിച്ചു. ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അപ്പത്തിനും വീഞ്ഞിനും വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന മാറ്റത്തെ വിവരിക്കാൻ പദാർത്ഥാന്തരീകരണം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് 11-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ടൂർസിലെ മെത്രാനായിരുന്ന ലാവെൻഡിനിലെ ഹെൽഡബെർഡ് ആണ്. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ പദം വ്യാപകമായ പ്രചാരം നേടി. 1215 നവംബർ 11 തുടങ്ങിയ 4-ാം ലാറ്ററൻ സുന്നഹദോസ് വിശുദ്ധ കുർബാനയിലെ അപ്പത്തെയും വീഞ്ഞിനെയും യേശുവിന്റെ ശരീരരക്തങ്ങളായി പദാർത്ഥാന്തരീകരണം സംഭവിച്ചവ എന്ന് വിശേഷിപ്പിച്ചു. അൾത്താരയിലെ കൂദാശ അവന്റെ ശരീരരക്തങ്ങളെ ദൈവീക ശക്തിയാൽ പദാർത്ഥാന്തരീകരിക്കപ്പെട്ട അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ സത്യമായും ഉൾക്കൊള്ളുന്നു എന്ന് സുന്നഹദോസ് പ്രഖ്യാപിച്ചു. 13-ാം നൂറ്റാണ്ടിൽ സ്കൊലാസ്റ്റിക് പാരമ്പര്യത്തിലെ പേരെടുത്ത കത്തോലിക്ക ചിന്തകൻ തോമസ് അക്വിനാസ് ഈ വിശ്വാസത്തെ വിശദീകരിക്കാൻ അരിസ്റ്റോട്ടിലിയൻ ചിന്തകളുടെ സങ്കേതങ്ങളെ ആശ്രയിച്ചു. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും ബാഹ്യപ്രകൃതിയുടെ ആകസ്മികതകൾ നിലനിൽക്കെ അവയുടെ ആന്തരിക പദാർത്ഥങ്ങൾക്ക് സംഭവിക്കുന്ന പരിവർത്തനമായി അദ്ദേഹം പദാർത്ഥാന്തരീകരണത്തെ കണ്ടു. പ്രൊട്ടസ്റ്റന്റ് നവീകരണ യുഗത്തിൽ പദാർത്ഥാന്തരീകരണവാദം അരിസ്റ്റോട്ടിലിയൻ ചിന്തയിൽ നിന്ന് ക്രിസ്തീയതയിൽ കടന്നുകൂടിയ വ്യാജ ദർശനമായി വിമർശിക്കപ്പെട്ടു. ഇതിന് പകരമായി മാർട്ടിൻ ലൂതർ അവതരിപ്പിച്ച വീക്ഷണം കൂദാശാപരമായ സംയോഗം എന്നറിയപ്പെട്ടു. വിശുദ്ധ കുർബാന കേവലം ഒരു അനുസ്മരണ ചടങ്ങാണെന്ന നിലപാടാണ് മറ്റൊരു നവീകരണ കർത്താവായ ഉൾറിക് ട്വിങ്ക്ലി സ്വീകരിച്ചത്. എങ്കിലും പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തോടുള്ള കത്തോലിക്ക സഭയുടെ പ്രതികരണത്തിലെ ഏറ്റവും പ്രധാന സംരംഭമായ ത്രെന്തോസ് സുന്നഹദോസ് പദാർത്ഥാന്തരീകരണത്തെ അതിന്റെ തീവ്ര രൂപത്തിൽ നിർവചിച്ച് അംഗീകരിച്ചതോടൊപ്പം അതിനെ നിഷേധിക്കുന്നവരെ ശപിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ കർത്താവിന്റെ ശരീരരക്തങ്ങൾക്കൊപ്പം അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും പദാർത്ഥങ്ങൾ നിലനിൽക്കുന്നുവെന്ന് പറയുകയും പൂർവഛായ നിലനിൽക്കെ തന്നെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മുഴുവൻ പദാർത്ഥത്തിനും യേശുവിന്റെ ശരീരരക്തങ്ങളായി സംഭവിക്കുന്ന അത്ഭുതകരവും അനാദൃശ്യവും കത്തോലിക്ക സഭ തികഞ്ഞ ഔചിത്യത്തോടെ പദാർത്ഥാന്തരീകരണം എന്ന് വിളിക്കുന്നതുമായ പരിവർത്തനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവർ ആരായാലും ശപിക്കപ്പെട്ടവനാകട്ടെ. കുർബാനയിൽ കൂദാശ ചെയ്യപ്പെട്ട അപ്പത്തെ എത്ര ചെറുതായി വിഭജിച്ചാലും ഓരോ തരിയിലും യേശുവിന്റെ ശരീരവും രക്തവും ആത്മാവും അവയുടെ സമ്പൂർണതയിൽ ഉണ്ടായിരിക്കുമെന്നും ത്രെന്തോസ് സുന്നഹദോസ് പ്രഖ്യാപിച്ചു. കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകൾ തമ്മിലുള്ള ഭിന്നതയുടെ കാതൽ കുർബാനയിലെ ഈ അത്ഭുതത്തെ സംബന്ധിച്ചാണെന്നും ആധുനിക കാലത്ത് പോലും അവയ്ക്കിടയിലുള്ള സ്ഥായിയായ പൊരുത്തത്തിന് തടസ്സം അതാണെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഥ മനസ്സിലായിട്ടുണ്ടാവും. 1200കളിലാണ് ഇങ്ങനൊരു പദാർത്ഥമാറ്റം ഉണ്ടാകും എന്ന പഠനമുണ്ടാകുന്നതും ത്രെന്തോസ് സുന്നഹദോസിൽ വച്ചാണ് ഇതെല്ലാവരും നിർബന്ധമായും വിശ്വസിക്കണമെന്നും വിശ്വസിക്കാത്തവരെല്ലാം ശപിക്കപ്പെടുമെന്നും ഇവർ പറഞ്ഞത്. വാസ്തവത്തിൽ തിരുവെഴുത്തിൽ ഒന്നുമില്ലാത്തതും കർത്താവോ ശിഷ്യന്മാരോ ആരും പഠിപ്പിച്ചിട്ടില്ലാത്തതും പിൽക്കാലത്ത് കത്തോലിക്ക സഭയിൽ വന്നുകൂടിയതുമായ പൈശാചികമായ ഒരു പഠനമാണ് ഈ സാധനം, ഒരു ഉപദേശമാണ് ഈ സാധനം. അത് പിൽക്കാലത്ത് പിശാച് ശിരസായി ഏറ്റെടുത്തു. എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ വസ്തുമാറ്റം നാവിലും കയ്യിലും കാണിക്കുന്നില്ലെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഇത് കാണിക്കുന്നു. കാരണം ഇവരുടെ വിശ്വാസത്തെ പിടിച്ചു നിർത്തേണ്ടത് ചെകുത്താന് ആവശ്യമാണ്. കാരണം ജനം കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ വരുന്ന പക്ഷം അവന്റെ രക്ഷ നിലനിൽക്കുകയില്ല. ഒരുവനെ രക്ഷിക്കപ്പെടാൻ കഴിയണമെങ്കിൽ അവൻ യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെയും മരണത്തെയും സ്മരിക്കുന്ന കർത്തൃമേശ സ്വീകരിക്കുകയും വേണം. കർത്തൃമേശ സ്വീകരണത്തിൽ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവകളിൽ നിന്നെല്ലാം മാറ്റി കുർബാന എന്ന് പറഞ്ഞൊരു ചടങ്ങ്, തിരുവെഴുത്തുമായി യാതൊരു ബന്ധവുമില്ലാത്തതും അന്യദൈവങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ഈ ചടങ്ങ് കത്തോലിക്ക സഭയിലേക്ക് വന്നു പെട്ടിട്ട്
അത്രയ്ക്കത്ര വർഷമേ ആയിട്ടുള്ളൂ. അതാണ് അതിന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ആ കുഞ്ഞിനെ വിളിച്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് പറയാണ്, എനിക്ക് പേടി തോന്നുകയാണ്, ഭയപ്പെട്ടു പോവുകയാണ്. കാരണം സ്വാഭാവികമായും രക്തം കാണുമ്പോൾ ഭയപ്പെട്ടു പോകും. അപ്പോൾ ഈ വസ്തുമാറ്റം വാസ്തവത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ നാവിലും കൈകളിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അതിന്റെ പുറകിൽ ആരാണ് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ചെകുത്താനാണ്. അതിന്റെ പുറകിൽ കർത്താവായ യേശു ക്രിസ്തുവോ പരിശുദ്ധാത്മാവോ നിശ്ചയമായുമില്ല. അതിന്റെ പുറകിൽ ഇവർ തന്നെ സേവിക്കുന്ന മറിയമോ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. സാക്ഷാൽ യേശുവിന്റെ അമ്മയായ മറിയമല്ല, ഇവർ മറിയത്തിന്റെ പേരിൽ ആരാധിക്കുന്ന ഈ ശക്തികളൊക്കെ ആയിരിക്കാനാണ് സാധ്യത. 100% ഗ്യാരണ്ടിയോടെ പറയാൻ കഴിയും ഇത് പൈശാചിക ശക്തിയാണ്. ഇത് മാറാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട. നല്ല ദൈവകൃപയിൽ കർത്താവിനെ ആരാധിക്കുന്ന പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ കൊണ്ടുചെന്നാൽ മതി. അവിടുത്തെ ദൈവദാസനോ ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഭൂതത്തെ ശാസിച്ചാൽ മതി. പിന്നെ ഈ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ കുഞ്ഞിന്റെ മേലുള്ള പൈശാചിക ബാധ മാറിപ്പോകും. ആ ബാധ മാറിപ്പോയാൽ പിന്നെ കുഞ്ഞിനെ മര്യാദയ്ക്ക് ജീവിക്കാം, 10ാം ക്ലാസ്സിൽ നല്ല മാർക്കും മേടിക്കാം. അത് കഴിഞ്ഞ് എന്താണോ കുഞ്ഞ് ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതായിത്തീരാം. അതിന് വിവാഹം കഴിക്കാം, കുഞ്ഞുങ്ങൾ ജനിക്കും, അതിന്റെ നല്ല നിലയിൽ ആ കുഞ്ഞിന് ജീവിച്ചു പോകാം. ഈ കുടുംബത്തിന് തകരാറുണ്ടാവില്ല. അല്ല, ഈ പൈശാചിക ബാധയെ വെച്ച് പൊറപ്പിച്ച് മുമ്പിലേക്ക് പോകാൻ അനുവദിച്ചാൽ, കത്തോലിക്ക സഭ ഇപ്പൊ പഠനം നടത്തുകയാണ്. പഠനം നടത്തി ചിലപ്പോൾ സഭ ഇവരെ കുഞ്ഞിനെ ഏറ്റെടുക്കും. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഈ കുഞ്ഞിനെ വെച്ച് കാശുണ്ടാക്കാനുള്ള എന്തെങ്കിലും സൗകര്യമുണ്ടെങ്കിൽ ഇവർ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കും. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് എന്തെങ്കിലും സാമ്പത്തിക നില മെച്ചപ്പെടും, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. ചിലപ്പോൾ സഭയ്ക്ക് നല്ലൊരു വിങ് ആ കൊച്ചിന്റെ പേരിൽ ആരംഭിക്കാൻ കഴിയും. അതിനെ ഒരു പുതിയ കച്ചവട കേന്ദ്രമാക്കി വെച്ച് ആലപ്പുഴയിലെ കൃപാസനം പോലെ ഒരു കച്ചവട കേന്ദ്രം കത്തോലിക്ക സഭയ്ക്ക് നടത്തുവാൻ കഴിയും എന്നതിന് സംശയമൊന്നും വേണ്ട. അവിടെ ഈ കുഞ്ഞിനെ കാണുവാൻ വന്നാൽ മാത്രം മതി. ആ കുഞ്ഞിനോട് പ്രാർത്ഥിച്ചാലോ കുഞ്ഞിനെ ഈ ചോരയൊക്കെ തേക്കാനോ ഒക്കെ തയ്യാറായാൽ അവർ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി ലഭിക്കും എന്നതിനും സംശയം വേണ്ട. കാരണം നിത്യജീവൻ ഒഴികെ മറ്റെന്തും ചെയ്തു തരുവാൻ കഴിയുന്നയാളാണ് ഈ ഭൂമിയിലെ ചെകുത്താൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ ഏത് രീതിയിലും വരാം, അവന് യാതൊരു പ്രയാസവും അക്കാര്യത്തിലില്ല. ഞാൻ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കുക. മറ്റെല്ലാവർക്കും ഇതുകൊണ്ട് ഭൗതികമായ കുറെ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ കുഞ്ഞിന്റെ കാര്യം കഷ്ടമായി പോകും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ കുഞ്ഞിനെ വെച്ചവര് കാശുണ്ടാക്കും, ആ കുഞ്ഞിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. ഒരു കുഞ്ഞിന് അതിന്റെ ഭൂതബാധ മാറി അത് യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞു കുഞ്ഞു മാനസാന്തരപ്പെട്ടാൽ ആ കുഞ്ഞിന് തിരുവെഴുത്തിട്ടിരിക്കുന്ന വില മുഴുലോകത്തെക്കാളും വിലയാണ്. പക്ഷെ പാവം ആ കുഞ്ഞിനെ അതിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന പൈശാചിക ബാധ വിട്ടുപോകാതെ അതിനെ ആ കുഞ്ഞിന്റെ മേൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവർ ആദായം ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ ആ കുഞ്ഞിന്റെ ജീവിതം നഷ്ടമാകും. ആ കുഞ്ഞ് ഒടുവിൽ നരകത്തിൽ പോകേണ്ടതായും വരും. ഞാൻ 1-2 തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാം. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇടപെടലിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായി മാറിയ പൗലോസ് തന്റെ ശുശ്രൂഷ വേളയിൽ ഒരിക്കൽ വെളിച്ചപ്പാടൻ ബാധിച്ച ഒരു പെൺകുട്ടിയെ കണ്ടു. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 16 മുതലാണ് വാക്യങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. വളരെ ശ്രദ്ധിക്കുക. ഭൂതം ബാധിച്ച അല്ലെങ്കിൽ വെളിച്ചപ്പാടത്തിയായ ഒരു പെൺകൊച്ചിനെ ആൾക്കാർ കൊണ്ടു നടന്ന് കാശുണ്ടാക്കുകയാണ്. ആ നിലയിലേക്ക് ഈ കുഞ്ഞ് മാറിയിട്ടില്ല. ഈ കുഞ്ഞിനെ താമസിയാതെ ആൾക്കാർ മാറ്റും. അത് ആ കുഞ്ഞിന്റെ കഷ്ടകാലമാണ്. ഇതുപോലെ അന്ന് പൗലോസിന്റെ മുൻപിലേക്ക് ഒരു പെൺകുട്ടി വന്ന് ചാടുകയാണ്. ആ പെൺകുട്ടി ആൾക്കാരോട് വിളിച്ചു പറയുകയാണ്, പൗലോസിനെയും ശീലാസിനെയും കൂടെയുള്ളവരെയും കണ്ടിട്ട് പറയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അപ്പോൾ സത്യം വിളിച്ചു പറയുകയാണ്. അപ്പോൾ വെളിച്ചപ്പാടത്തെ ആണെങ്കിൽ പോലും സത്യം വിളിച്ചു പറയും. പക്ഷെ അവർ നമ്മളെ നടത്തുന്നത് നാശത്തിലേക്കായിരിക്കും. പല പ്രാവശ്യം പൗലോസിനെയും ശീലാസിനെയും കണ്ടപ്പോൾ ഈ വാക്ക് ആവർത്തിക്കുമ്പോൾ പൗലോസ് തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. അവളുടെ ഭൂതം വിട്ടുപോയി. അടുത്തതാണ് പ്രശ്നം. അടുത്തിങ്ങനെയാണ് സംഭവിക്കുന്നത്. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി. അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, അവരുടെ കച്ചവടം പൊയ്പോയി എന്ന് കണ്ടപ്പോൾ
ആൾക്കാർ ചേർന്ന്, ആ കച്ചവടക്കാർ ചേർന്ന് മറ്റുള്ളവരെ ഇളക്കി വിട്ട് പൗലോസിനെയും ശീലാസിനെയും അവിടെയുള്ള പ്രമാണികളുടെ അടുക്കൽ കൊണ്ടുപോയി അടുത്ത് പട്ടണത്തിൽ കൊണ്ടു നിർത്തി അവരെ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: റോമാക്കാരായ നമുക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു. വാസ്തവത്തിൽ പൗലോസ് പ്രസംഗിക്കുന്നത് സത്യമായ ശുദ്ധമായ തിരുവചനമാണ്. ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും ശുദ്ധമായ തിരുവഴുത്താണ്. എന്നാൽ അതിനെതിരെ, ആ പ്രസംഗിക്കുന്നതിനെതിരെ വെളിച്ചപ്പാടത്തിയുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഞങ്ങളെ മാക്സിമം ഉപദ്രവിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇതിന്റെ താഴെ വന്ന് ഇഷ്ടമാതിരി കമന്റ്സ് ഇടും. ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിണ്ണാക്കാണെന്നൊക്കെ പറഞ്ഞ് വന്നിടും. തിരുവഴുത്തിനെ കുറിച്ച് എന്റെ ജഗപുക അറിയില്ലാത്തവരാണ് ഈ വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് തിരുവഴുത്തുമായി യാതൊരു ബന്ധവുമില്ലാത്തതും അച്ഛന്മാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്ത് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നതുമായ ഈ മനുഷ്യവർഗം ഇന്ന് തുടങ്ങിയതല്ല, ഇത് പണ്ടേ ഉണ്ടായിരുന്നതല്ലാണ്. അന്ന് റോമിലാണ് ഈ വിഷയം നടക്കുന്നത്. ഇന്നും റോമൻ കാത്തലിക്ക് തന്നെയാണ് ഇത് നടക്കുന്നത്. റോമൻ കാത്തലിക്ക് തന്നെയാണ് പൈശാചിക ഇടപെടലുകൾക്ക് ദൈവസഭയിൽ സൗകര്യമുണ്ടാക്കി കൊടുത്ത സഭ എന്ന് പറയുന്നത്. ഇന്ന് പിന്നെ അത് പൂർണ്ണമായും അതായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കതിൽ പ്രതിസന്ധിയില്ല. നോക്കൂ, പുരുഷാരവും അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ഇവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. എത്ര മനോഹരമാണ്! വളരെ കൃത്യമായി അവരാകെ ഇവിടെ ചെയ്തത് ആ കുഞ്ഞിലുണ്ടായിരുന്ന ഭൂതത്തെ മാറ്റി, ആ കുഞ്ഞിനെ സ്വതന്ത്രമാക്കി. അപ്പോൾ അവിടെ സംഭവിച്ചത്, ആ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവരുടെ ലാഭത്തിന്റെ ആശ പോയത് കൊണ്ട് അവർ പൗലോസിനെയും ശീലാസിനെയും വലിച്ചിഴച്ചു, വസ്ത്രം പറിച്ചുരിഞ്ഞു, കോലുകൊണ്ട് അടിച്ചു, കാരാഗ്രഹത്തിലാക്കി. പിന്നീട് നമുക്കറിയാം ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു, കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരവും ഉണ്ടാകുന്നു. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ യജമാനന്മാർക്ക് ലാഭമുണ്ടാകുന്ന ഒരു ബിസിനസ് ഈ പൈശാചിക ബാധയിലൂടെ ഉണ്ടാകാനാണ് പോകുന്നത്. എന്തുകൊണ്ട് ഇവകൾ ദൈവം അനുവദിക്കുന്നു എന്നത് അടുത്ത ചോദ്യം. അതിനും മറുപടി പറയാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുകയാണ് പൗലോസ്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതും ക്രിസ്തു താഴേക്ക് ഇറങ്ങി വരുന്നതും നമ്മൾ തമ്മിൽ സമാഗമിക്കുന്നതുമായ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകയും ഞെട്ടിപ്പോകുകയും അരുത്. ഞങ്ങൾ എഴുതി തന്നതാണ് എന്നും തിരുവഴുത്താണ് എന്നുമുള്ള ധാരണയിൽ നിങ്ങൾ ആരും പറ്റിപ്പോകരുതെന്നാണ് ആഹ്വാനം. ആരും നിങ്ങളെ ഏതുവിധേനയും ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്, അപ്പോൾ ഒരു അധർമ്മമൂർത്തി വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇതാണ് സാക്ഷാൽ പിശാച്. അവൻ ദൈവാലയത്തിലിരിക്കും, അവൻ ദൈവമാണെന്നൊക്കെ അഭിനയിച്ച് കാണിക്കും. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന് ജനത്തെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ചെകുത്താന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനിയും ശ്രദ്ധിക്കണം. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഇനി ശ്രദ്ധിക്കണം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, കണ്ടോ, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, അതിന്റെ ഒരു ചെറിയ പ്രത്യക്ഷതയാണ് ഈ കുഞ്ഞിൽ കാണുന്നത്. നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. കണ്ടോ, വളരെ കൃത്യമായി പറയുകയാണ്. വ്യാജമായ സകല ശക്തി, അടയാളം, അത്ഭുതം, അനീതിയുടെ സകല വഞ്ചന. എന്താ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കുഞ്ഞിന്റെ നാവിലോ കയ്യിലോ രക്തം കണ്ടതുകൊണ്ട് എന്തു ഗുണം ആർക്കുണ്ടാവും? തെക്ക് വടക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത ഈ ജനം എക്സൈറ്റഡ് ആകുന്നു എന്നല്ലാതെ ഈ കുഞ്ഞിന്റെ കയ്യിലോ വായിലോ രക്തം കണ്ടതുകൊണ്ട് എന്താ പ്രത്യേകത?
അതാ ഞാൻ പറഞ്ഞത്, അതിനെ ഒറ്റ ശാസന ശാസിച്ചാൽ ആ പിശാച് മാറിപ്പോകും, ആ കുഞ്ഞ് സ്വതന്ത്രയാകും. ഇത് പിശാച് ബാധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആ ദേശത്തുള്ള അല്ലെങ്കിൽ വലിയൊരു വർഗം ജനത്തെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി, നശിപ്പിക്കുവാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ചെകുത്താൻ കാണിക്കുന്ന ഒരു പ്രദർശനമാണിത്. അടുത്ത് പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. ഇത് ആർക്കാണ് കെണിയാവുന്നത്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ രക്ഷിക്കപ്പെടാൻ തയ്യാറല്ല. ഇവർ മറിയത്തിന്റെ പുറകെ നടക്കുകയാണ്, കൊന്തമാലയുടെ പുറകെ നടക്കുകയാണ്, ഗീവർഗീസിന്റെ പുറകെ നടക്കുകയാണ്, കൈ കിട്ടിയ എല്ലാത്തിന്റെയും പുറകെ നടക്കുകയാണ്. ആ ജനം ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തപ്പെട്ട ക്രിസ്തുവുമായി, സഭയുമായി യാതൊരു ബന്ധവുമില്ല. ഈ ജനം ഇങ്ങനെ മറ്റൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു ആത്മാവിലേക്ക്, മറ്റൊരു അത്ഭുതത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ക്രിസ്തുവുമായി ബന്ധമില്ല എന്ന് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞിരിക്കണം. വചനാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അവർക്കത് സംഭവിക്കുന്നു എന്നത് 10-ാം വാക്യവും 11-ാം വാക്യവും പറയുകയാണ്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. കണ്ടോ? അപ്പോൾ ഇവർക്ക് സത്യത്തിൽ വിശ്വസിച്ച് രക്ഷപ്പെടാൻ താല്പര്യമില്ല. ഇവർ സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നു. ഇവർക്ക് ന്യായവിധി ഉണ്ടാകണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവം അവരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി 13-ാം വാക്യം, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ നിങ്ങൾ ഈ അനീതിയിൽ രസിക്കുന്നില്ല, നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നു, നിങ്ങൾ വിശ്വാസത്തിലേക്ക് ഉറയ്ക്കുന്നു, നിങ്ങൾ രക്ഷയിൽ ഉറയ്ക്കുന്നു. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നു എന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഇനി ഒരു വാക്ക് കൂടി ഓർപ്പിക്കാം. എവിടെ ഒറിജിനൽ നോട്ടുണ്ടോ അവിടെ വ്യാജ നോട്ട് ഉറപ്പാണ്. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒറിജിനൽ ക്രിസ്തു ഉണ്ടെങ്കിൽ വ്യാജ ക്രിസ്തു ഉറപ്പായിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2000-ന്റെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് കിട്ടാൻ സാധ്യതയില്ല. കാരണം 2000-ന്റെ ഒറിജിനൽ നോട്ട് നിർത്തലാക്കിയിരിക്കുന്നു. 1000-ന്റെയും വ്യാജ നോട്ട് ഇനി കിട്ടില്ല. കാരണം 1000-ന്റെ ഒറിജിനൽ നോട്ട് നിർത്തലാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ പോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടും. കാരണം ഒറിജിനൽ ക്രിസ്തു ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭ്യമാണ്. ഒറിജിനൽ തിരുമേശ ഇവിടെയുണ്ട്, അതുകൊണ്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കുർബാന ഇവിടെ ലഭ്യമാണ്. ഒറിജിനൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വ്യാജാത്മാവ് ലഭ്യമാണ്. ഒറിജിനൽ അന്യഭാഷ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വ്യാജ അന്യഭാഷയും ഇവിടെ ലഭ്യമാണ്. ഇതിൽ സത്യമേതെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിൽക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവനവന്റേതാണ്. സത്യമേതെന്ന് തിരിച്ചറിയുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവും തിരുവെഴുത്തുകളുമാണ്. അതുകൊണ്ട് അത്യാവശ്യം തിരുവെഴുത്തുകളെ കൃത്യമായി ശോധന ചെയ്ത് മനസ്സിലാക്കി ഗ്രഹിച്ച് അതിന്റെ പിൻബലത്തിൽ വേണം കാര്യങ്ങളെ വിലയിരുത്തുവാനെന്ന് നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. 2, ഒറിജിനൽ പ്രവചനങ്ങൾ ഇവിടെ ഉണ്ട്, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഒറിജിനൽ രോഗശാന്തി ഉണ്ട്, അതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിന് ശേഷം 2 സാക്ഷികൾ ഇവിടെ വരും. ആ 2 സാക്ഷികൾ അവരുടെ ശുശ്രൂഷ കാലത്ത് ഇവിടെ നിൽക്കേണ്ടതിന് അവർ ചില അത്ഭുതങ്ങൾ ചെയ്യും. അത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലാണ് പറയുന്നത്. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ചെകുത്താന്റെ ദൂതൻ വരുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ മതനേതാവ് വരുന്നതായി കാണാം. അയാളും കർത്താവിന്റെ ദൂതന്മാർ എന്താണോ ചെയ്തത്, കർത്താവിന്റെ ദാസന്മാർ എന്താണോ ചെയ്തത്, സെയിം അതിന്റെ ഒരു മറ്റൊരു വേർഷൻ അവിടെ ചെയ്യുന്നതായി കാണാം. വെളിപ്പാട് പുസ്തകം 13-ന്റെ 13 മുതൽ ഒന്ന് വായിക്കാം. അത് എന്ന് പറഞ്ഞാൽ 2-ാം മൃഗം മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. കണ്ടോ? ആകാശത്ത് നിന്ന് തീ ഇറങ്ങുമാർ അത്ഭുതം കാണിക്കും. എന്താ ഇതിന്റെ ഉദ്ദേശം? മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുക. വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുക. കണ്ടോ? അപ്പോൾ ഇവന്റെ കൃത്യമായ പരിപാടി ഒന്ന്, ഭൂവാസികളെ തെറ്റിക്കുക, അടയാളങ്ങൾ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുക. ഇവിടെ ഈ പെൺകൊച്ചിന്റെ കയ്യിലും നാവിലും കുർബാനയോട് ചേർന്ന് രക്തം കണ്ടു, മാംസം കണ്ടു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ രൂപത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് പിശാചിന് ഒരു വലിയ കൂട്ടത്തെ തെറ്റിക്കുകയാണ് ഉദ്ദേശം. അടുത്ത ഉദ്ദേശം രാഷ്ട്രീയ നേതാവിന്റെ പ്രതിമ ഉണ്ടാക്കിക്കുക. അടുത്ത ഉദ്ദേശം 15-ാം വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. കാര്യം കൃത്യമായി അറിയുക. സിമ്പിൾ. പിശാചിന് 3 പരിപാടികളാണുള്ളത്. ഒന്ന്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ
തെറ്റിച്ച് കളയുക. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുക. അതിനുവേണ്ടി കുറെ അടയാളങ്ങളും അത്ഭുതങ്ങളും അവന്റെ കയ്യിലുണ്ട്. അതിലൊരു അടയാളം മാത്രമാണ് ഈ പറഞ്ഞ കൊച്ചിന്റെ കയ്യിലും നാവിലും വെളിപ്പെടുന്ന മാംസ രക്ത സാന്നിധ്യങ്ങൾ. 2 വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് പൂട്ടുന്നു. അപ്പോൾ പിശാചിനെ 1000 വർഷത്തേക്ക് പൂട്ടിയിടുകയാണ്, ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. അതിന്റെ അർത്ഥം ഇപ്പോഴവന്റെ ജോലി വഞ്ചിക്കുക എന്നുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ കുഞ്ഞിന്റെ കയ്യിൽ ഇതൊക്കെ കാണിച്ചുകൊണ്ട് വഞ്ചിക്കുകയാണ്. നമ്പർ 3 20-ാം അധ്യായം 7 മുതൽ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. 3-ാമത്തെ അവന്റെ പരിപാടി വശീകരിക്കുക എന്നുള്ളതാണ്. മാന്യ സുഹൃത്തുക്കളെ, പിശാചിന്റെ കൃത്യമായ 3 പരിപാടികൾ: 1 വഴിതെറ്റിക്കുക, 2 വഞ്ചിക്കുക, 3 വശീകരിക്കുക. അതവൻ കൃത്യമായി ചെയ്യും. ഈ 3 ഉദ്ദേശത്തോടുകൂടി മാക്സിമം ജനത്തെ വഴിതെറ്റിക്കുവാനും വഞ്ചിക്കുവാനും വശീകരിക്കുവാനും ആ ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഈ കുഞ്ഞിന്റെ നാവിലും കൈകളിലും രക്തത്തിന്റെയും മാംസത്തിന്റെയും രൂപങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, സാന്നിധ്യങ്ങൾ വരുത്തിക്കൊണ്ട് പിശാച് ശ്രമിക്കുന്നത്. ഇതിലൂടെ ആ കുഞ്ഞ് വസിക്കുന്ന ചുറ്റുപാടുമുള്ള, ചിലപ്പോൾ കേരളത്തിലെ നല്ലൊരു ഭാഗം സ്ഥലത്തുള്ള ആൾക്കാരെ ക്രിസ്തുവിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ ചെകുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ദൈവദാസന്റെ അടുക്കലേക്ക്, ഞങ്ങളൊക്കെ തിരുവനന്തപുരത്താണ്, ഇങ്ങറ്റം വരെ കൊണ്ടുവരാൻ പറ്റത്തില്ല, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു നല്ല ദൈവദാസന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുക. ഒറ്റ പ്രാർത്ഥന, ആ കുഞ്ഞിന്റെ മേലുള്ള ബാധ വിട്ടുമാറും. ഇനി ഒരിക്കലും ഈ പൈശാചിക ശക്തി ആ കുഞ്ഞിന്റെ നാവിലോ കൈകളിലോ ഒന്നും മാത്രമല്ല, ആ കുഞ്ഞിന്റെ കുടുംബത്ത് പോലും വ്യാപരിക്കില്ല. ആ കുഞ്ഞിന് സ്വതന്ത്രയാകാൻ കഴിയും. അതുകൊണ്ട് പൗലോസിനെ തൊന്തരവ് ചെയ്തുകൊണ്ടിരുന്ന വെളിച്ചപ്പാടിന്റെ ശക്തി ആ ബാല്യക്കാരത്തിയുടെ മേലാണിരുന്നത്. അയാൾ ഒറ്റ ശാസന ശാസിക്കുമ്പോൾ അവളിൽ നിന്ന് ബാധ വിട്ടുമാറി ആ കുഞ്ഞ് സ്വതന്ത്രയായി. പിന്നീട് അതിന്റെ കച്ചവടക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പോൾ ഈ കുഞ്ഞിനെ സ്വതന്ത്രമാക്കിയാൽ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഈ കുഞ്ഞിന്റെ മേലുള്ള ബാധ വിട്ടുമാറും എന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ കമന്റ് ബോക്സിൽ തെറിവിളി നിറയുമെന്ന് എനിക്കറിയാം. തെറിവിളി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏത് എന്നുള്ളത്. മാനവകുലത്തിൽ നല്ലൊരു ഗ്രൂപ്പിനെയും ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞൊരു ഗ്രൂപ്പാണ് കാത്തലിക്. അതിനോട് ചേർന്ന് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. മറ്റൊന്ന് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇത് രണ്ടും ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി ഇന്നും നിലകൊള്ളുന്നു. രക്ഷിക്കപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക്, സത്യത്തെ സ്നേഹിച്ച് രക്ഷപ്പെടുവാൻ മനസ്സുള്ളവർക്ക്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും എത്രയും വേഗം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി വരുവാൻ പോവുകയും ചെയ്യുന്ന കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. നിത്യതയ്ക്കൊരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.